Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Yes. എന്തൊക്കെയുണ്ട്? സുഖാണ് എല്ലാവർക്കും? ചൂടാണോ മഴയാണോ അവിടെ? ചൂടാണല്ലേ? ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ ദിവസം ഒരു വേനൽ മഴ ഉണ്ടായി അല്ലെ? 2 ദിവസം പെയ്തിരുന്നു. ഞങ്ങളുടെ ഇവിടെ നാട്ടിലും പെയ്തു. എങ്കിലും ചൂടാണ്. ഓക്കെ. പിന്നെന്താ, എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടി തുടങ്ങിയോ? ഓക്കെ. യെസ്, എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ കയറിയിരിക്കുന്ന ക്ലാസ്സില്? ഓക്കെ. മറന്നുപോയല്ലേ? നിങ്ങൾ കുറച്ചു പേർക്ക് നോമ്പാണല്ലേ? നമ്മള് സോണിംഗ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? ഇതിലൊരു സോൺ പറഞ്ഞല്ലോ, പ്രൊട്ടക്റ്റീവ് സോൺ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞല്ലേ? പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ റൂം, സ്റ്റോർസ് റെക്കോർഡ്സ്, autoclave, TSSU, trolley way, and control area of electricity. Next, clean zone ആണ് അല്ലെ? നെക്സ്റ്റ് ക്ലീൻ സോണിൽ എന്തൊക്കെ റൂംസുകളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. പ്രീ ഓപ്പറേറ്റിംഗ് റൂം എല്ലാവർക്കും PDF കാണാലോ? കാണാൻ പറ്റുന്നുണ്ടോ? Yes. Okay. Pre-operating room, recovery room, plaster room, staff room, aesthetic storeroom, X-ray unit, dark room, auto processor. Yes. നോക്കാം. Pre-operating room. എന്താണ് pre-operating room? Pre-operating room എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അറിയാമോ? അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞേ. പ്രീ ഓപ്പറേറ്റീവ് റൂംസിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്? പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ? പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്തായിരിക്കും? സർജറിക്ക് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ? കുറച്ച് ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? എനിക്ക് പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സുകളും അല്ലെ? ഹെൽത്ത് ഇവാലുവേഷൻസ് നടക്കുന്നു. പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സുകളും, മെഡിക്കൽ റെക്കോർഡ്സ് ഇതൊക്കെ എന്താണ് തയ്യാറാക്കപ്പെടുന്നത്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടൈമാണ് ഇവിടെ പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ ഉണ്ടാകുന്നത്. മൊഡ്യൂള് 1. പിന്നെ അഡ്മിഷൻ കാര്യങ്ങൾ, ഹെൽത്ത് ഇവാലുവേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്, പേഷ്യൻസിനെ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു റൂമാണ് ഇത് പ്രീ ഓപ്പറേറ്റീവ് റൂം എന്ന് പറയുന്നത്. യെസ്, അതിൽ വൈറ്റൽ സയൻസ് എല്ലാ കാര്യങ്ങളും അതിൽ നോക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് റിക്കവറി റൂം? റിക്കവറി റൂം ഏതാണ്? റിക്കവറി റൂം എന്താണ്? സർജറിക്ക് ശേഷം പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ?
സർജറിക്ക് ശേഷം പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന റൂമാണ് റിക്കവറി റൂം. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്താ റിക്കവറി റൂമും ഉണ്ടായിരിക്കുക. ഓക്കെ, ആഫ്റ്റർ സർജറി. ദെൻ പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചേഴ്സോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ പ്ലാസ്റ്റർ റൂമിലായിരിക്കും പേഷ്യൻസിന് അതില് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫ്രാക്ചറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട്. ദെൻ സ്റ്റാഫ് റൂം. സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്റ്റാഫ് റൂം ഉണ്ടായിരിക്കും. ദെൻ എസ്തെറ്റിക് സ്റ്റോർ റൂം. എസ്തെറ്റിക് സ്റ്റോർ റൂം. സ്റ്റാഫ് എന്നാണ് പറയുന്ന ആരാണ്? നഴ്സസ് അല്ലെ? നഴ്സസ്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു റൂം ഉണ്ടായിരിക്കും. അടുത്തത് എന്താണ്? എസ്തെറ്റിക് സ്റ്റോർ റൂം. എസ്തെറ്റിക് സ്റ്റോർ റൂം എന്താണ്? അതായത് OT എല്ലാത്തരം എക്യുപ്മെന്റ്സ്, ഡിവൈസുകൾ, എല്ലാ സപ്ലൈസുകളും ക്ലീൻ ചെയ്ത്, അതായത് എല്ലാവരും സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രത്യേക പ്ലേസ് ആണ് എന്ത്? എസ്തെറ്റിക് സ്റ്റോർ എന്ന് പറയുന്നത്. എന്താണ് എസ്തെറ്റിക് സ്റ്റോർ എന്ന് വെച്ചാല്? അതായത് അണുവിമുക്തമല്ലാത്ത എല്ലാ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാത്തതും അതുപോലെ തന്നെ എന്താണ് അതിന്റെ എല്ലാ സപ്ലൈസും എല്ലാ ഉപകരണങ്ങളും എക്യുപ്മെന്റ്സുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്ലേസ് ആണിത് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് എന്തൊക്കെ വസ്തുക്കളായിരിക്കും ഉൾപ്പെടുന്നത്? എന്തൊക്കെ സാധനങ്ങളായിരിക്കും? ഇപ്പൊ ക്ലീനിങ് സപ്ലൈസ് സാധനങ്ങൾ ഉണ്ടാവാം, ലിനൻസ് അല്ലെ, ലിനൻസ്, ലൗണ്ടറീസ്, പിന്നെന്താണ് നോൺ സ്റ്റീറൈൽ ആയിട്ടുള്ള ഗ്ലൗസുകള്, ഗൗൺസ്, പിന്നെ OT ഫർണിച്ചർ എക്യുപ്മെന്റ്സുകള്, ഡിസ്പോസൽ സപ്ലൈസുകൾ, അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം സ്പേസ് ആണിത് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ്? പ്രത്യേകിച്ച് ക്ലീനിങ് സപ്ലൈസ്, ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്ലൈ ഉപകരണങ്ങള്, ലിനൻ ആൻഡ് ലൗണ്ടറീസ്, ലിനൻ ആൻഡ് ലൗണ്ടറീസ്, നോൺ സ്റ്റെറൈൽ ആൻഡ് ഗ്ലൗസസ്, നോൺ സ്റ്റെറൈൽ ഗ്ലൗസസ് ആൻഡ് ഗൗൺസ്, നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള ഗ്ലൗസസുകളും അതുപോലെ തന്നെ എന്താണ് ഗൗൺസ് ഒക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം. പിന്നെ OT ഫർണിച്ചർ എക്യുപ്മെന്റ്സുകൾ, OTയിലെ ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. ദെൻ ഡിസ്പോസിബിൾ സപ്ലൈസ്, അതായത് സിറഞ്ച്, നീഡിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെയധികം കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രത്യേക സ്പേസ് ആണ് ഇത് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ ഐറ്റംസും പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു പ്ലേസ്. ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ പറഞ്ഞത്? ക്ലീനിങ് സപ്ലൈസുകൾ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ക്ലീനിങ് സപ്ലൈസ്, ലിനൻ ആൻഡ് ലൗണ്ടറി. ലിനൻ ആൻഡ് ലൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിനൻസ്, ഹോസ്പിറ്റൽ ലിനൻസ് അല്ലെ, ഹോസ്പിറ്റൽ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലിനൻ സപ്ലൈസുകളും, പേഷ്യൻസിന്റെ അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലോത്ത്സുകളും. ഓക്കെ, പിന്നെ എല്ലാ തുണി, ക്ലോത്ത്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർട്ടൻസ്, ബെഡ് കവേഴ്സ്, ടേബിൾ ഷീറ്റ്സ്, പേഷ്യൻസിന്റെ ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ്, അതൊക്കെയാണ് ലിനൻ ലൗണ്ടറീസിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നോൺ സ്റ്റെറൈൽ ഗ്ലൗസ് ആൻഡ് ഗൗൺസ്, നോൺ സ്റ്റെറൈൽ ഗ്ലൗസ് ആൻഡ് ഗൗൺസ്, ഗ്ലൗസുകളും അതുപോലെ തന്നെ ഗൗൺസുകളും സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങള്. പിന്നെ OT ഫർണിച്ചർ എക്യുപ്മെന്റ്സുകൾ, OT ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള, ഓപ്പറേഷൻ തിയേറ്റർ ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. പിന്നെ ഡിസ്പോസിബിൾ സപ്ലൈസ്, എന്തൊക്കെ ഉൾപ്പെടുന്നു? ഡിസ്പോസിബിൾ സപ്ലൈസില് സിറഞ്ച്, നീഡിൽസ് ഒക്കെയാണ് ഡിസ്പോസിബിൾ സപ്ലൈസുകൾ ഉൾപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി പ്രത്യേകമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനൊരു പ്ലേസ് ആണത് എസ്തെറ്റിക് സ്റ്റോറും. എസ്തെറ്റിക് സ്റ്റോറും ഏത് സ്പേസിലാണ് ഉൾപ്പെടുന്നത്? ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ക്ലീൻ സോണിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ക്ലീൻ സോണിലാണ് എസ്തെറ്റിക് സ്റ്റോർ റൂം ഉൾപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ അത് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്താണെന്ന്? യെസ്. അടുത്തത് എന്താണ്? എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ഓട്ടോ പ്രൊസസർ. എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ഓട്ടോ പ്രൊസസർ. ഓക്കെ, എക്സ്റേ റൂം എന്താണ് ഡാർക്ക് ആയിട്ടിരിക്കാൻ കാരണം? എന്തുകൊണ്ടാണ്?
റേഡിയേഷൻ ഉള്ളതുകൊണ്ട് അല്ലെ. ലൈറ്റിന്റെ എക്സ്പോസർ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? എക്സ്റേസുകൾ നശിച്ചു പോകും അല്ലെ. ലൈറ്റിന്റെ എക്സ്പോസർ ഉണ്ടായി കഴിഞ്ഞാൽ എക്സ്റേസുകൾ നശിച്ചു പോകും. അപ്പൊ അതെന്താണ്? അതിന് വേണ്ടിയിട്ടാണ് ഡാർക്ക് റൂം ആയിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ്റേ എടുക്കുന്ന മെഷീനെ പറയുന്ന പേര് എന്താണ്? നമ്മൾ എക്സ്റേ എടുക്കുന്ന മെഷീന്റെ പേരാണ് എന്ത്? എക്സ്റേ എടുക്കുന്ന ഡിവൈസസ് ആണ് ഓട്ടോ പ്രൊസസർ അല്ലെ. എക്സ്റേ എടുക്കുന്ന ഡിവൈസസിന്റെ പേരാണ് ഓട്ടോ പ്രൊസസർ. അത് ക്ലീൻ സോണിലാണ് ഉൾപ്പെടുന്നത്. എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ഉൾപ്പെടുന്നത് ക്ലീൻ സോണിലാണ്. ഓട്ടോ പ്രൊസസർ എന്ന് പറയുന്നത് എക്സ്റേ എടുക്കുന്നതിനുള്ളൊരു ഡിവൈസസ് ആണ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് ക്ലീൻ സോണിൽ ഉൾപ്പെടുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. പ്രീ ഓപ്പറേറ്റിംഗ് റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഇവാലുവേഷൻ, മെഡിക്കൽ റെക്കോർഡ്സിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്ത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. അതായത് ഓപ്പറേഷന് മുമ്പുള്ള അല്ലെ, മുമ്പുള്ള ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു റൂമാണ് എന്ത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. ദെൻ റിക്കവറി റൂം, ആഫ്റ്റർ ദ ഡെലിവറി അല്ലെ, സോറി ആഫ്റ്റർ സർജറിക്ക് ശേഷം പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന റൂമാണ് എന്ത്? റിക്കവറി റൂം എന്ന് പറയുന്നത്. ദെൻ പ്ലാസ്റ്റർ റൂം, ഏതെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചേഴ്സോ മറ്റെന്തെങ്കിലും സ്ട്രൈസോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള റൂമാണ് എന്ത്? പ്ലാസ്റ്റർ റൂം. ദെൻ സ്റ്റാഫ് റൂം, നഴ്സസിന് പ്രത്യേകമായിട്ട്, തിയേറ്റർ നഴ്സസിന് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് സ്റ്റാഫ് റൂം ഉണ്ടായിരിക്കും. ദെൻ എസ്തെറ്റിക് സ്റ്റോർ റൂം. എസ്തെറ്റിക് സ്റ്റോർ റൂം എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാത്തരം സപ്ലൈസുകളും സൂക്ഷിച്ചു വെക്കുന്നതിന്, അല്ലെങ്കിൽ മറ്റ് ഡിസ്പോസിബിൾ സപ്ലൈസുകൾ, ഓട്ടോ എക്യുപ്മെന്റ്, ഫർണിച്ചർ സപ്ലൈസുകൾ, ഗ്ലൗസസ്, ഗൗൺസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് റൂമാണ് എന്ത്? എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ദെൻ എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ഓട്ടോ പ്രൊസസർ. എക്സ്റേ യൂണിറ്റ് എവിടെയാണ്? ക്ലീൻ സോണിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഓട്ടോ പ്രൊസസർ എന്താണ്? ഓട്ടോ പ്രൊസസർ എക്സ്റേ എടുക്കുന്നതിനുള്ള ഒരു ഡിവൈസസ് ആണ് ഓട്ടോ പ്രൊസസർ എന്ന് പറയുന്നത്. അത് ക്ലീൻ സോണിൽ ഉൾപ്പെടുന്നു. ഇത് ക്ലിയർ ആണോ? ക്ലീൻ സോൺ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ സോൺ ഏതാണ്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ദെൻ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം. ഇപ്പൊ ഓപ്പറേറ്റിംഗ് റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് ഓപ്പറേറ്റിംഗ് റൂം ഉൾപ്പെടുന്നത്. സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് ഓപ്പറേറ്റിംഗ് റൂം ഉൾപ്പെടുന്നത്. ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? സർജറി പ്രൊസീജിയേഴ്സ് നടക്കുന്ന പ്ലേസ് അല്ലെ. സർജറി പ്രൊസീജിയേഴ്സ് നടക്കുന്ന റൂമാണ് ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത്. ദെൻ സ്ക്രബ് റൂം. സ്ക്രബ് റൂം എന്തിനു വേണ്ടിയിട്ടാണ്? സ്ക്രബ് റൂം എന്തിനു വേണ്ടിയിട്ടാണ്? സ്ക്രബിംഗ് മെത്തേഡ് വേണ്ടിയിട്ട് അല്ലെ. ഹാൻഡ് വാഷ്, ഹാൻഡ് സ്ക്രബ്, സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻസിന് മുമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ്. ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടാണ് എന്ത്? പ്രത്യേകമായിട്ടുള്ള റൂമാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. യെസ്, അത് ഓപ്പറേഷൻ റൂമിന്റെ അകത്തായിരിക്കും സ്ക്രബ് റൂം വരുന്നത് കേട്ടോ. ഓപ്പറേറ്റിംഗ് റൂംസിന്റെ അടുത്ത് തന്നെയായിരിക്കും, അതിന്റെ അകത്ത് തന്നെയായിരിക്കും സ്ക്രബ് റൂം ഉൾപ്പെടുന്നത്. ഓക്കെ, അതായത് സർജറിക്ക് മുമ്പും ശേഷവും എന്താണ് കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ക്രബ് റൂം ഓപ്പറേറ്റിംഗ് റൂമിന്റെ അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത്. ദെൻ അടുത്തത് ഏതാണ്? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്താണ്? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്റ്റീവ് സോണിലെ പ്രീ അനസ്തേഷ്യ ഉണ്ട് അല്ലെ. പ്രൊട്ടക്റ്റീവ് സോണിലെ പ്രീ അനസ്തേഷ്യ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ്? സ്റ്റെറൈൽ സോണിൽ എങ്ങനെയാണ് വരുന്നത്? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ് പറയൂ?
എന്തായിരിക്കും? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയിട്ട് പറയൂ. എളുപ്പമല്ല അത്? അനസ്തേഷ്യ കൊടുക്കുന്ന കേസ് അല്ലെ? അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ? യെസ്, അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു പ്രത്യേക റൂം ഉണ്ടായിരിക്കും, ഒരു ചെറിയ റൂം ഉണ്ടായിരിക്കും അല്ലെ? ദെൻ അത് എവിടെയാണ് ഉൾപ്പെടുന്നത്? സ്യൂഡോലെസെപ്റ്റിക് സോണിലാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം ഉൾപ്പെടുന്നത്. ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഏതൊക്കെ റൂംസ് ഏതൊക്കെ സോണിലായിരിക്കും ഉൾപ്പെടുന്നത്, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ സ്റ്റെറൈൽ സെപ്റ്റിക് സോണിലാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം വരുന്നത്. പ്രൊട്ടക്റ്റീവ് സോണിലാണ് പ്രീ അനസ്തേഷ്യ വരുന്നത് കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണിലാണ് പ്രീ അനസ്തേഷ്യ വരുന്നത്. യെസ്. അടുത്തത് എന്താണ്? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്താണ്? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ ഇൻസ്ട്രുമെന്റ്സുകൾ സ്റ്റെറിലൈസേഷൻ നടത്തുന്ന ഒരു പ്രത്യേക റൂം ഉണ്ടായിരിക്കും. എല്ലാ ഇൻസ്ട്രുമെന്റ്സും അണുവിമുക്തമാക്കുന്നതിന് ഒരു പ്രത്യേക റൂം ഉണ്ടായിരിക്കും. Then instrument trolley area. Instrument trolley area എന്താണ്? സർജറി പ്രൊസീജിയേഴ്സിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, സപ്ലൈസ്, ഡിവൈസസ് ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രോളീസ് ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ഏരിയ ഉണ്ടായിരിക്കും. ഇൻസ്ട്രുമെന്റ് ട്രോളി, അതായത് ഇൻസ്ട്രുമെന്റ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടൊരു ട്രോളി ഏരിയയും കൂടി എന്തിൽ ഉൾപ്പെടുന്നു? ഏത് സോണിലാണ്? സ്റ്റെറിലൈസെപ്റ്റിക് സോണിൽ ഉൾപ്പെടുന്നു. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഓക്കെ, ഒന്നുകൂടി നോക്കിയാൽ ഏതൊക്കെയാണ് സ്റ്റെറിലൈസെപ്റ്റിക് സോണിൽ ഉൾപ്പെടുന്നത്? ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രാപ്പ് റൂം, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഓക്കെ ആണോ അത്? Operating room, scrub room, anesthesia induction room, instant instrument sterilization, instrument trolley area. Okay, clear ആണോ സ്റ്റെറിലൈസെപ്റ്റിക് സോൺ? അടുത്തത് നാലാമത്തെ സോണാണ്. ഏതാണ്? ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ സോൺ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ എന്താണ് ആ സോണിൽ ഉൾപ്പെടുന്നതെന്ന് അല്ലെ? ഓക്കെ, ഡിസ്പോസൽ സോൺ. ഫസ്റ്റ് വരുന്ന എന്താണ്? ഡെൽറ്റി വാഷർ റൂം, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. ഡെൽറ്റി വാഷർ റൂം, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. ഓക്കെ, ഡർട്ടി വാഷർ റൂം. എന്താണ് ഡർട്ടി വാഷർ റൂം? അതായത് സർജറിക്ക് ശേഷമുള്ള എല്ലാ വാഷപ്സും അതിൽ ഉൾപ്പെടുന്നു അല്ലെ? ഡർട്ടി വാഷപ്പ് റൂമിലാണ് സർജറിക്ക് ശേഷമുള്ള എല്ലാ ക്ലീനിങ്സും നടക്കുന്നത്. കൈകളൊക്കെ ഹൈജീൻ ആക്കുന്നതൊക്കെ ഏത് ഏരിയയിലാണ്? ഡിസ്പോസൽ സോണില് ഡർട്ടി വാഷപ്പ് റൂമിലായിരിക്കും. ഓക്കെ, ആഫ്റ്റർ ദ സർജറി. ദെൻ ഡിസ്പോസൽ കോറിഡോർ. എന്താണ് ഡിസ്പോസൽ കോറിഡോർ? സർജറിക്ക് ശേഷമുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസിനും കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രത്യേക പാസേജ് ആണ് എന്ത്? ഡിസ്പോസൽ കോറിഡോർ എന്ന് പറയുന്നത്. സർജറിക്ക് ശേഷമുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസുകളും കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക പാസേജ് ആണ് എന്ത്? കോറിഡോർ എന്ന് വെച്ചാൽ ഇടനാഴി എന്ന് പറയും അല്ലെ? അത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രത്യേക പാസേജ് ആണ് ഡിസ്പോസൽ കോറിഡോർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജാനിറ്റർ ക്ലോസറ്റ്. ഇത് കേട്ടിട്ടുണ്ടോ? ജാനിറ്റർ ക്ലോസറ്റ്. ശ്രുതി മാത്രമേ ക്ലാസ്സിലുള്ളോ? ബാക്കി ആരും മനസ്സിലാവാഞ്ഞിട്ടാണോ ഓക്കെ പറയാത്തത്? റെസ്പോണ്ട് ചെയ്യണോ കേട്ടോ. ഓക്കെ, യെസ്. എന്താണ് ജാനിറ്റർ ക്ലോസറ്റ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജാനിറ്റർ ക്ലോസറ്റ് എന്താണെന്ന്? ഓക്കെ, എന്താണ്? അതായത് ഓപ്പറേഷൻസിന് ശേഷം ശേഷമുള്ള എല്ലാ ഡിവൈസസുകളും അല്ലെ, എക്യുപ്മെന്റ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് അല്ലെ, എല്ലാം ക്ലീൻ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് ആവശ്യമായിട്ടുള്ള കെമിക്കൽസുകൾ, അതിനുപയോഗിക്കുന്ന മറ്റ് കെമിക്കൽ ഏജൻസുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനും പ്രത്യേകമായിട്ടുള്ള ബക്കറ്റ്സുകള് എല്ലാം ക്ലീൻ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ഏരിയ ആണ് എന്താ ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതായത് ഓപ്പറേഷൻ റൂംസിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഡിവൈസസ് എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് ക്ലീൻ ചെയ്തതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള റൂമാണ്.
അല്ലെ? അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ബക്കറ്റ്സുകള്, അത് കഴുകാനോ വൃത്തിയാക്കുന്നതിനുള്ള കെമിക്കൽ ഏജൻസുകള് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു പ്രത്യേക തരം ക്ലീനിങ് ഏരിയ ആണ് എന്ത്? ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. യെസ്, അതായത് ഓപ്പറേഷന് ശേഷം എല്ലാ ഡിവൈസസുകളും ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേകം ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണെന്ത്? ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അത് ഡിസ്പോസൽ സോണിലാണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഡർട്ടി വാഷർ, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. ഓക്കെ, മനസ്സിലായോ? ഏതൊക്കെ സോണാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ സോണാണ്? 4 സോൺസ് ഉള്ളത് അല്ലെ? ഏതൊക്കെയാണ് പഠിച്ചത്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, യെസ്, നല്ല ബൈഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. നല്ല ബൈഹാർട്ട് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ യെസ്, സ്ക്രബ് റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? സ്ക്രബ് റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രീ അനസ്തേഷ്യയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നോ? പ്രീ അനസ്തേഷ്യ പ്രൊട്ടക്റ്റീവ് സോണിൽ ആ പേഷ്യൻസിനെ കൊണ്ടുവരുന്നുള്ളൂ, ഓപ്പറേഷന് മുമ്പായിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരുന്നുള്ളൂ അല്ലെ? ദെൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലേസ്. ദെൻ അതിനുശേഷമാണ് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, അതായത് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്താണ് അവിടെ വെച്ചിട്ട് എന്താണ് നെക്സ്റ്റ് വേറൊരു റൂമാണത്. അനസ്തേഷ്യ കൊടുക്കുന്നതിന് പ്രത്യേക റൂം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അനസ്തേഷ്യ കൊടുക്കുന്ന റൂമാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റത് പേഷ്യന്റിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു റൂം. അനസ്തേഷ്യക്ക് മുമ്പായിട്ട് പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യും. എന്തെങ്കിലും തരത്തിൽ വൈറ്റൽ സയൻസിൽ ഇപ്പൊ BP അമിതമായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ BP കൂടുതലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസുള്ള പേഷ്യൻസ് കാണിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ആൾക്ക് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ആദ്യം പ്രീ അനസ്തേഷ്യ റൂമിൽ പേഷ്യൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പേഷ്യന്റ് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനസ്തെറ്റിക് സോണിൽ വെച്ചിട്ട് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂമിൽ അനസ്തേഷ്യ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഭയങ്കര അമിതമായി ടെൻഷൻ അടിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആളെ റിലാക്സ് ചെയ്ത് കൂളാക്കിയതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ഓക്കെ, മനസ്സിലായോ? സംശയം ചോദിച്ച ആൾക്ക്? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അണുവിമുക്തമാക്കുന്ന പ്രത്യേക ഏരിയ. ഓക്കെ, ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിനുള്ള പ്രത്യേക ഏരിയ. ഓക്കെ, എന്താ സംശയം? ഇത് ജാനിറ്റർ ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സ് ഡിവൈസസ് ഒക്കെ വാഷ് ചെയ്യുന്നതിനായിട്ട്. ഓക്കെ, അത് വാഷ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ കെമിക്കൽസുകളും, ഉപയോഗിക്കുന്ന കെമിക്കൽ ഏജൻസുകൾ ഉണ്ടാവും. അതിന് യൂസ് ചെയ്യുന്ന ബക്കറ്റ്സുകള്, സിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ഏരിയ ആണ് എന്താ ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. 4 സോൺസ് ഒന്ന് വായിച്ചു നോക്കൂ.
യെസ്, എല്ലാവർക്കും ക്ലിയർ ആണോ? 4 സോൺസിലെ 4 റൂംസുകളും ക്ലിയർ ആണോ? യെസ്. ഓട്ടോക്ലേവ് TSSU അതൊക്കെ പറഞ്ഞല്ലോടോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓട്ടോക്ലേവ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്? ഓട്ടോക്ലേവ് ജേം ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസസ് ആണ് ഓട്ടോക്ലേവ്. TSSU എന്ന് പറഞ്ഞ എന്താണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടത്തുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് ബൈഹാർട്ടാക്കി പഠിച്ചു വെക്കണം കേട്ടോ. ഈ സോൺസുകളൊന്ന് ബൈഹാർട്ടാക്കി വെക്കാം, എളുപ്പമല്ല അത് പഠിക്കാനായിട്ട്. യെസ്. ഇനി യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓർട്ടീസ്. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓർട്ടീസ് എന്താ പറയുന്നത്? നമ്മളിപ്പോ തിയേറ്ററിന് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിന് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ചില ഏരിയാസിൽ എന്തെങ്കിലും കുറച്ച് ഡെഫിഷ്യൻസികളുണ്ട്, കുറച്ച് കുറവുകളുണ്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ. അതായത് എന്തിനും എന്താണ് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവുന്നത് പോലെ തന്നെ എന്താണ് എല്ലാം കൊണ്ടും ഓക്കെ അല്ല. കുറെ കാര്യങ്ങളിൽ കുറെ ഏരിയാസിൽ ചില ഡെഫിഷ്യൻസികൾ നമ്മൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ എന്തൊക്കെ ഡെഫിഷ്യൻസികളുണ്ട്, എന്തൊക്കെ ഏരിയാസിൽ കുറവുകളുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് എന്താണ്? നോ റിസപ്ഷൻ ഏരിയ. നോ റിസപ്ഷൻ ഏരിയ. തിയേറ്റേഴ്സിന് മാത്രമായ ഒരു റിസപ്ഷൻ ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? ചില ഹോസ്പിറ്റൽസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്താണ് ഉണ്ടാവുമായിരിക്കും അല്ലെ? ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവും, പക്ഷെ മിക്ക ഹോസ്പിറ്റലിൽ എന്താണ് ചെറിയൊരു ഏരിയ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ അതിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ റിസപ്ഷൻ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പൊ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ പുറത്തു നിന്ന് ഒരാൾ അകത്തു നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം അല്ലെ, എന്താണ് കണ്ടീഷൻ എന്ന് അറിയാനായിട്ട്. നമ്മൾ പുറത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പ്രത്യേകമായിട്ട് നമുക്കിപ്പോ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനായിട്ട് പ്രത്യേക സംവിധാനങ്ങളില്ല അല്ലെ. ആ ഒരു സമയം വരെ നമ്മൾ ടെൻഷൻ എടുക്കണം, എന്താണ് അവിടുന്ന് ഒരാൾ വന്ന് പുറത്ത് പറയാതെ നമുക്ക് അതിന്റെ അകത്തേക്ക് എന്താണ് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ ഒരു സ്പേസ് അതിന് വേണ്ടി പേഷ്യൻസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഓരോ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു മെയിൻ റിസപ്ഷൻ ഏരിയ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിരിക്കും അല്ലെ. ചില ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിളിച്ചു പറയും അല്ലെ, ചിലത് ഇങ്ങനെ വിളിച്ചു പറയാം, അനൗൺസ് ചെയ്യും. എങ്കിലും എന്താണ് മിക്ക ഹോസ്പിറ്റലിൽ ഇത് ഇല്ല. അപ്പൊ അതൊരു കുറവ് തന്നെ അല്ലെ. റിസപ്ഷൻ ഏരിയ പ്രത്യേകമായിട്ട് ഇല്ലാത്തത് OTയുടെ ഒരു ഡെഫിഷ്യൻസി തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പൊ നോ റിസപ്ഷൻ ഏരിയ എന്നുള്ളത് OT ഏരിയാസിലെ ഒരു മെയിൻ ഡെഫിഷ്യൻസി തന്നെയാണ്, ഒരു കുറവാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? അത് ആർക്ക് ശരിക്കും പറഞ്ഞത് ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ്? കൂടെ ഇരിക്കുന്ന റിലേറ്റീവ്സിന് അല്ലെ, കൂടെ ഇരിക്കുന്ന പേഷ്യൻസിന് റിലേറ്റീവ്സിനാണ് കുറച്ചുകൂടി അത് കംഫർട്ടബിൾ ആവുന്നത് അല്ലെ. നമ്മൾക്കൊരു നമ്മുടെ പേഷ്യന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നു, ഒരുപാട് മണിക്കൂറുകൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അറിയാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താണ് കൃത്യമായിട്ട് ഇടവേളയിൽ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇടവേളയിൽ എന്താണ് കണ്ടീഷൻസ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അടുത്ത ഒരു ഡെഫിഷ്യൻസി എന്താണ്? നോ സെപ്പറേറ്റ് റൂം ഫോർ സർജൻസ്, അനസ്തോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടേഴ്സ്, OT അറ്റൻഡൻസ്. നോ സെപ്പറേറ്റ് റൂം ഫോർ, അതായത് അവിടെയുള്ള OTയിലുള്ള ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് പ്രത്യേകമായിട്ടൊരു റൂംസ് ഇല്ല. പ്രത്യേകിച്ച് ആർക്കൊക്കെയാണ്? സർജന് ഇല്ല, പ്രത്യേകമായ സർജൻ ഇല്ല. പിന്നെ ആരാണ്? അനസ്തേഷ്യോളജിസ്റ്റിന് ഇല്ല, ജൂനിയർ ഡോക്ടേഴ്സിന് ഇല്ല, OT അറ്റൻഡൻസിന് ഇല്ല. എല്ലാവരും എവിടെയാണ്? അവർക്ക് വേണ്ടി ഡോക്ടേഴ്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവും. ആ റൂമിൽ തന്നെ ആയിരിക്കും ഇവർ എല്ലാവരും വരുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോഴെന്താണ് ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ സർജൻസ് ഒക്കെ ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് മറ്റു ഡോക്ടറായിട്ട് സംസാരിക്കണമെങ്കിൽ അവരുടെ പ്രൈവസി ഉണ്ടാവില്ല അല്ലെ. അവർക്ക് ഒരു പ്രൈവസി നഷ്ടപ്പെടുന്നു. പിന്നെന്താണ് പലരും സർജറിക്ക് മുമ്പായിട്ട് അവിടെ ഇടപെടുന്നത് മുമ്പ് തന്നെ എന്താണ് അവിടെ ഇൻഫെക്ഷൻ വരാൻ തന്നെ ഒരു ചാൻസ് ഉണ്ട്. എത്രത്തോളം സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ പോലും ഗൗൺസും പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു എന്താണ് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എല്ലാവരും കൂടി ഇടപെടുന്ന സമയത്ത് അല്ലെ, ക്രോസ് കണ്ടാമിനേഷൻ നടക്കുന്ന സമയത്ത് എന്താണ്
എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നേക്കാം. അപ്പൊ ഇവർക്കൊക്കെ സെപ്പറേറ്റ് റൂംസ് ഉണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഡോക്ടേഴ്സിന് കംഫർട്ടബിൾ ആയിരിക്കും അല്ലെ. യെസ്, അപ്പൊ അത് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം. അവർക്കൊരു കോമൺ റൂം മാത്രമായിരിക്കും ഉണ്ടാവില്ല, എല്ലാ ഡോക്ടേഴ്സിനും കൂടി എന്താണ് ഒരു കോമൺ റൂം ഉണ്ടാവും. അങ്ങനെ അതിന് നല്ലത് എന്താണ് കുറച്ചുകൂടി നല്ലൊരു പ്രൈവസി ആയിരിക്കും അല്ലെ. പ്രത്യേക റൂംസുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ എന്താണ് അതും ഒരു ഡെഫിഷ്യൻസി ആണ്. നോ സെപ്പറേറ്റ് റൂം ഫോർ സർജൻസ്, അനസ്തേസിയോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടേഴ്സ് ആൻഡ് OT അറ്റൻഡൻസ്. ഓക്കെ, യെസ്. Then third point എന്താണ്? Not enough number of change rooms for different class of people. Not enough number of change room for different class of people. എന്താ പറയുന്നത്? ടീച്ചേഴ്സിനകത്ത് പല ക്ലാസ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, പലതരത്തിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, പല സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവർക്ക് എന്താണ് അവർക്ക് ചേഞ്ച് ചെയ്യുന്നതിൽ പ്രത്യേകമായിട്ടുള്ള റൂംസുകളില്ല, പ്രത്യേക റൂംസുകളില്ല അല്ലെ, ചേഞ്ചിങ് റൂംസ് ഇല്ല. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസിന് ഇപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു റൂം, THS നഴ്സസിന് മാത്രം ഒരു റൂം, ചെറിയ സ്പേസ് ആണെങ്കിൽ അവർക്ക് ഒരു സെപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചേഞ്ചിങ് റൂം കൊടുക്കുമ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ അതില്ലാത്തതും അത് ഒരു OT ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമ്മളിവിടെ കണക്കാക്കുന്നു. Yes, not enough number of change room for different class of people. Okay. മൂന്നാമത്തെ പോയിന്റ് വരെ ക്ലിയർ ആണോ? No reception area, no separate room for surgeons, anesthesiologist, junior doctor, OT attendants, and not enough number of change room for different class of people. Okay. Then theaterle അകത്ത് പോയവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. Fourth point ഒന്ന് നോക്കിയേ, inappropriate size and type of doors etc. Inappropriate size and type of doors etc. എന്താണ് ഇവിടെ പറയുന്നത്? Inappropriate size of size. അടുത്ത ഡോർസുകൾ എങ്ങനെയായിരിക്കാം? ചില സ്പേസ് ഏരിയാസിൽ ചെറിയ റൂമുകളായിരിക്കും. അപ്പൊ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് സ്പേസ് കുറവായിരിക്കും അല്ലെ, കൊണ്ടുപോകുമ്പോൾ കൺജസ്റ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. ഡോറുകൾ ചെറുതായിരിക്കും, സൈസ് ചെറുതായതിനാൽ എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസ് ആയിരിക്കില്ല. അപ്പൊ ചിലപ്പോൾ പേഷ്യൻസിനെ ഇപ്പൊ റിക്കവറി റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്താണ് ഒരാൾ അപ്പുറത്ത് നിന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം രണ്ടുപേർക്ക് ഒരേപോലെ പോകാനായിട്ട് അപ്പുറം പിടിച്ചു നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. അവിടെ ടൈം പോവുകയാണ്, സമയം പോവുകയാണ്. എന്തെങ്കിലും തരത്തിലെ എമർജൻസി ആണെങ്കിൽ പെട്ടെന്ന് ആൾ കയറ്റി കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിക്കാതെ വരും. ചില സ്പേസസിൽ ഡോറുകളുടെ വലിപ്പം കുറവായിരിക്കും, സൈസ് കുറവായിരിക്കും. അപ്പൊ എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സൈസ് ഉള്ള റൂംസുകളാണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് സാധിക്കും. അപ്പൊ അതും ഒരു ഡെഫിഷ്യൻസി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, inappropriate size and the type of doors etc. Yes. Then fifth point നോക്കിയേ, lack of laminar flow, and mandatory air exchange system in OT. Lack of laminar flow. നമ്മള് തിയേറ്റർ ഏത് രീതിയിലാണ്, ഏത് തരത്തിലുള്ള ലൈറ്റിനിങ് ആണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്? എങ്ങനെയുള്ള ഒരു റൂം ആയിരിക്കും എന്നാണ് പഠിച്ചത്? എങ്ങനത്തെ ഉള്ള ബ്രൈറ്റനിങ് സംവിധാനമാണ്? ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെ, തിളങ്ങുന്ന ലൂമിനസ് ആയിട്ടുള്ള ലൈറ്റിനിങ് സംവിധാനമായിരിക്കും എന്നാണ് പറഞ്ഞല്ലേ. പക്ഷെ അത് എല്ലാ ഏരിയാസിലും ഉണ്ടാവണമെന്നില്ല അല്ലെ, ലൂമിനസ് ബ്രൈറ്റ്നസ് എല്ലാ ഏരിയാസിലും ഉണ്ടാവുന്നില്ല. അപ്പൊ അത് എന്താണ് ബ്രൈറ്റനിങ് കുറവുള്ള ഏരിയാസും ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല, എല്ലായിടത്തും ഒരേപോലെ തന്നെ എന്താണ് ആ ഫ്ലോ, ലാമിനാർ ഫ്ലോസ് ഉണ്ടാവണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then mandatory and air exchange system in OT. നിർബന്ധമായിട്ട് എന്താണ് ഒരു എയർ എക്സ്ചേഞ്ച് സിസ്റ്റം OT-യിൽ ഉണ്ടായിരിക്കണം. എയർ ഫിൽട്രേഷൻ സിസ്റ്റം. എയർ ഫിൽട്രേഷൻ സിസ്റ്റം എന്താണ് നമ്മൾ പഠിച്ചത്? എയർ ഫിൽട്രേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് പഠിച്ചത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില്. എയർ ഫിൽട്രേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? മറന്നുപോയോ? എങ്ങനെയുള്ള എയർ സംവിധാനമായിരിക്കണം, എയർ ഫിൽട്രേഷൻ ആയിരിക്കണം? ക്ലീൻ ഏരിയ അല്ലെ, ക്ലീൻ ആയിട്ടുള്ള, അതായത് ഫ്രീ മൂവ്മെന്റ് ആയിരിക്കണം.
യെസ്, ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കും എയർ ഫ്ലോ സെറ്റ് ചെയ്യുന്നത് അല്ലെ. അത് പക്ഷെ എല്ലാ തിയേറ്റേഴ്സിലും എല്ലാ റൂംസിലും അത് ചിലപ്പോൾ ആ സംവിധാനം ഉണ്ടായിരിക്കില്ല അല്ലെ. എയർ ഫിൽട്രേഷൻ ചിലപ്പോ എന്താണ് നല്ല രീതിയിലായിരിക്കില്ല നടക്കുന്നത്. അപ്പൊ അവിടെ ഇൻഫെക്ഷൻസ് പിടിപെടാനുള്ള സാധ്യതയുണ്ട് അല്ലെ. കൃത്യമായ രീതിയിൽ അവിടെ ഒരു ക്ലീനിങ് സിസ്റ്റം നടപ്പാക്കുന്നില്ല ചില ഏരിയാസിൽ. അപ്പൊ അങ്ങനെ പാടില്ല. ഓപ്പറേഷൻ തിയേറ്റർ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ റൂംസിലും എങ്ങനെ ഉണ്ടായിരിക്കണം, എയർ എക്സ്ചേഞ്ച് സിസ്റ്റം നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, നല്ല രീതിയിലുള്ള ലാമിനാർ ഫ്ലോയും കൂടി, നല്ല ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഫ്ലോയും കൂടി എവിടെ ഉണ്ടായിരിക്കണം, തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കണം. യെസ്, അതുപോലെ തന്നെ എന്താണ്, എപ്പോഴും ക്ലീൻ തന്നെ ആയിരിക്കണം, എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ആയിരിക്കണം എല്ലാ റൂംസുകളും. പ്രത്യേകിച്ച് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ എല്ലാ സ്യൂട്ടും ഒരേപോലെ തന്നെ എങ്ങനെയായിരിക്കണം, ക്ലീൻഡ് ആയിരിക്കണം അല്ലെ. സ്റ്റെറിലൈസ് ചെയ്തിരുന്ന എല്ലാ റൂംസുകളും അതേപോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, യെസ്. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓപ്റ്റി. നിർബന്ധമായിട്ട് എങ്ങനെയാണ്, നല്ലൊരു എയർ എക്സ്ചേഞ്ച് സിസ്റ്റം തന്നെ ആയിരിക്കണം തിയേറ്റേഴ്സിന്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഇല്ലാത്ത പക്ഷം അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് തന്നെ നമുക്ക് അവിടെ കണക്കാക്കാം. ഓക്കെ, യെസ്. 6th പോയിന്റ് എന്താണ്? 6th പോയിന്റ് നോക്കിയേ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓട്ടി പ്രോട്ടോകോൾ. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓട്ടി പ്രോട്ടോകോൾ. ഇനി ഓട്ടി പ്രോട്ടോകോളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ടോ? പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ അതിന്റെ അകത്തേക്ക് കയറാനുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ, നിയമാവലികളാണോ ഉദ്ദേശിക്കുന്നത്? പ്രൊസീജിയേഴ്സ്, അതിന്റെ അകത്ത് കിടക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിച്ചത്? ഓട്ടി പ്രോട്ടോകോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസികളുണ്ടോ? എന്താണ് പറയുന്നത്? ഷോർ ഐഡിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ്, നോ ജ്വല്ലറി, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഓട്ടി പ്രോട്ടോകോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസികൾ ഉൾപ്പെടുന്നുണ്ടോ? എന്തായിരിക്കാം അവിടെ പറയുന്നത്? യെസ്, പെരുമാറ്റ ചട്ടങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ വരുത്താം അല്ലെ. ഇപ്പൊ എല്ലാ വിസിറ്റേഴ്സിനും അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ? ഒരു നിശ്ചിത ആളുകൾക്ക് മാത്രമായിരിക്കില്ല അതിന്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷെ ചില കേസസിൽ എന്താണ്, ചില സിറ്റുവേഷൻസിൽ ഒന്നോ രണ്ടോ കൂടുതൽ ആൾക്കാരെ ചിലപ്പോൾ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ എന്താണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാറുണ്ട്. അതൊരു മിസ്റ്റേക്ക് ആണ്. ചിലവരിങ്ങനെ ചില നഴ്സസ് കയറ്റി വിടും. കാണാനുള്ള ഒരു പേഷ്യൻസിനെ കാണാനും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം കൂടുതൽ ആൾക്കാരെ എന്താണ് അകത്തേക്ക് കയറ്റി വിടുന്ന പ്രവണത കണ്ടിട്ടുണ്ട് നമ്മൾ അല്ലെ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ആ പ്രോട്ടോകോളിന് എതിരെയാണ് അല്ലെ. നിശ്ചിത ആളുകളെ മാത്രമായിരിക്കും അതിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ്? പുറത്തുനിന്ന് മറ്റൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് പുറത്തുനിന്ന് ആരകത്തേക്ക് കയറ്റാത്തത്. ദെൻ കയറ്റുന്നതും തന്നെ എങ്ങനെയായിരിക്കണം, ആള് PT ഒക്കെ വേറെ ചെയ്തിട്ട് വേണം അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ ഒരു നിശ്ചിത ആളുകൾ മാത്രമായിരിക്കണം അതിന്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ്, ചിലപ്പോ കൂടെ ഒരാള് കയറുന്നതിനനുസരിച്ച് പുറകെ എന്താണ് 2-3 പേരും കൂടി അങ്ങോട്ട് കയറി പോകും. ഓക്കെ, അപ്പൊ അതെന്താണ്, അവിടുത്തെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെയാണ് അല്ലെ, പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്ത് പ്രോട്ടോകോൾസിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ വരുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, സ്ട്രിക്റ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഓട്ടിയിലൊരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതാണ്. യാതൊരു വിധത്തിൽ എന്താണ് ആ പെരുമാറ്റ ചട്ടങ്ങളിലെ യാതൊരു വിധത്തിലുള്ള ലംഘനങ്ങളും സംഭവിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഒരു നിശ്ചിത ആളുകൾക്ക് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് ആ പ്രൊസീജിയേഴ്സിൽ എഴുതിയിട്ടുണ്ടോ, അതിനനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? 6ാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓട്ടി പ്രോട്ടോകോൾ. യെസ്, അത് മാത്രമല്ല പിന്നെ എന്താണ്, വേസ്റ്റ് മെറ്റീരിയൽസുകൾ, ചില സ്റ്റാഫുകളുടെ വേസ്റ്റ് മെറ്റീരിയൽസിൽ ചിലപ്പോൾ എന്താണ്
കൊണ്ടുപോകാൻ പാടില്ല, പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ കൂടി കൊണ്ടുപോകാൻ പാടില്ലാത്ത ഏരിയാസ് ഉണ്ട്, പക്ഷെ അതിൽ കൂടി തന്നെ കൊണ്ടുപോകുന്നത് കാണാം അല്ലെ. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും പാടില്ല. പ്രോട്ടോകോൾസിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് അല്ലെ. അതൊക്കെ ഒരു ഡെഫിഷ്യൻസി എന്നായിട്ട് നമുക്ക് കണക്കാക്കാം. ചില സ്റ്റാഫുകളിൽ നിന്ന് പറ്റുന്ന കുറെ കൈപ്പിഴവുകളുണ്ട് അല്ലെ. അവരെ പ്രൊസീജിയേഴ്സ് അതേപോലെ തന്നെ അംഗീകരിക്കാതെ കൊണ്ടാണ് ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ സംഭവിക്കുന്നത്. യെസ്. പിന്നെ 7th പോയിന്റ് നോക്കിയേ. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSST. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. CSSTക്ക് വേണ്ടി, അതായത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റൂം ഇല്ല. അത് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് കണക്കാക്കാം അല്ലെ. സ്റ്റെറൈൽ സപ്ലൈ, എല്ലാ സപ്ലൈസും സ്റ്റെറൈൽ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടൊരു റൂം അവിടെ പറയുന്നില്ല അല്ലെ. OT-യിൽ അത് പറയുന്നില്ല. അപ്പൊ നോ സെപ്പറേഷൻ അവിടെ കൊടുക്കുന്നില്ല അല്ലെ. പക്ഷെ സെപ്പറേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് എന്താണ് ആ സ്റ്റെറൈൽ സപ്ലൈ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക റൂം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് OT-യുടെ ഒരു ഡെഫിഷ്യൻസി തന്നെയാണ്. ഓക്കെ, യെസ്. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSTക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക റൂം ഇല്ല. അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെന്താണ്, CSST എന്നുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടോ കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവരൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSST എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് CSST എന്ന് പറഞ്ഞ എന്താ? എന്താണ് CSST? തിയേറ്റേഴ്സിൽ ആവശ്യമായിട്ടുള്ള എല്ലാ, ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, CSST പഠിച്ചു വെക്കണം കേട്ടോ. എക്സ്പാൻഷൻ പഠിച്ചു വെക്കണം, എക്സാമിന് നിർബന്ധമായും ചോദിക്കാറുണ്ട്. Then 8th പോയിന്റ് എന്താണ്? വെയിറ്റിംഗ് ഏരിയ റിക്കവറി, നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്. ഇനി തിയേറ്റേഴ്സിന് മുമ്പിലുള്ള വെയിറ്റിംഗ് ഏരിയ ആൻഡ് റിക്കവറി. നമ്മൾ തിയേറ്റേഴ്സിന്റെ അവിടെ കണ്ടിട്ടില്ലേ, 1 or 2 കസേരകൾ മാത്രമാണ്, ചെയേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. തിയേറ്റേഴ്സിന്റെ ഫ്രണ്ടിലായിട്ട് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങൾ ചില ഹോസ്പിറ്റലിൽ നമ്മൾ കാണാറില്ല. ഓപ്പറേഷൻ തിയേറ്ററിന് ഫ്രണ്ടിലായിട്ട് ചിലപ്പോ നമ്മൾ താഴെ സ്റ്റെയർ ഇറങ്ങി താഴെ നിൽക്കേണ്ടി വരും. കണ്ടിട്ടില്ലേ? തിയേറ്റർ മുകളിലായിരിക്കും, അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാനോ റിഫ്രഷ് ചെയ്യാനോ പ്രത്യേകമായിട്ടൊരു റൂം അവിടെ ഉണ്ടായിരിക്കില്ല അല്ലെ. നമ്മൾ താഴെ നിന്ന് അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. എത്രയോ പേര് നമ്മൾ കണ്ടിട്ടില്ല തിയേറ്റേഴ്സിൽ, ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് പല സ്ഥലങ്ങളിലായിട്ട് താഴെയൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ല, പേപ്പറൊക്കെ വിരിച്ചിട്ട്. വേണ്ടത്ര സജ്ജീകരണങ്ങൾ, എക്യുപ്മെന്റ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, വെൽ എക്യുപ്പൈഡ് അല്ല അല്ലെ. എക്യുപ്പൈഡ് ആയിട്ടുള്ള സംവിധാനവുമല്ല. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, പ്രത്യേകമായിട്ട് ചെയർസുകളോ അല്ലെങ്കിൽ അവർക്ക് റിഫ്രഷ് ചെയ്യാനുള്ള പ്രത്യേക യൂട്ടിലിറ്റി ഏരിയാസുകളോ ടോയ്ലറ്റ് ഏരിയാസുകളോ വാഷ്അപ്പ് ഏരിയാസുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വെയിറ്റിംഗ് ഏരിയാസിൽ, റിക്കവറി ഏരിയാസിലോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അത് OT ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ തിയേറ്റേഴ്സിലൊക്കെ പോയിരുന്നവർക്ക് അറിയാൻ പറ്റും, റെസ്റ്റ് ചെയ്യാനായിട്ട് പോലും ഒരു റിഫ്രഷ് ചെയ്യാനായിട്ട് പോലും ഒരു പ്ലേസ് ഉണ്ടായിരിക്കില്ല. യെസ്, നമ്മൾ അറിയാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തവർക്ക് അറിയാൻ പറ്റും. പക്ഷെ എല്ലാ ഹോസ്പിറ്റലിലും അല്ല കേട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത്. മിക്ക ഹോസ്പിറ്റലിലും എന്താണ് ഇത്തരം സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും എങ്ങനെയായിരിക്കും ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. ഓരോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിനെ പ്രത്യേകിച്ച് റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു ഇരിപ്പിടം പോലും ഉണ്ടായിരിക്കില്ല. ഓക്കെ, യെസ്. അപ്പോ ഇതൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ പ്രധാന ഡെഫിഷ്യൻസികളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? നോ റിസപ്ഷൻ ഏരിയ, തിയേറ്റേഴ്സിന് മാത്രമായിട്ട് റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കില്ല. ഓക്കെ, നോ സെപ്പറേറ്റ് റൂം ഫോർ ആർക്കൊക്കെയാണ്? സർജൻ, അനസ്തേളജിസ്റ്റ്,
ജൂനിയർ ഡോക്ടേഴ്സ് ആൻഡ് OT അറ്റൻഡൻസ് ഇവർക്കൊന്നും വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് റൂംസ് ഇല്ല എന്നുള്ളത് OTയുടെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, പിന്നെ not enough number of change room for different class of people. എന്താണ് ചേഞ്ചിങ് റൂം വെച്ച് ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എന്താണ് റൂംസുകൾ പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവരും ഒരേ റൂമിൽ തന്നെയാണ് മിക്ക കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്നത്. യെസ്. Then inappropriate size and type of doors etc. തിയേറ്റേഴ്സിനകത്ത് ആവശ്യമായ വലിപ്പത്തിലുള്ള ഡോസുകൾ ഇല്ലാത്തത് OTയുടെ ഡെഫിഷ്യൻസിയാണ്. പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ സൈസുള്ള റൂംസുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അതിന് ഉപകാരപ്പെടുന്നത്. Then fifth point എന്താണ്? lack of laminar flow and mandatory air exchange system in OT. എന്താ പറയുന്നത്? lack of laminar flow and mandatory air exchange in OT എന്ന് പറയുന്നത് എന്താണ്? നിർബന്ധമായിട്ടൊരു എയർ എക്സ്ചേഞ്ച് സിസ്റ്റം OTയിൽ ഉണ്ടായിരിക്കും. എയർ ഫിൽട്രേഷൻ ചെയ്യുന്നതിനായിട്ട് എല്ലാ റൂംസിലും കൃത്യമായിട്ടൊരു എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഉണ്ടായിരിക്കണം. കൃത്യമായ രീതിയിൽ ലാമിനാർ ഫ്ലോയും അതായത് ബ്രൈറ്റനിങ് ആയിട്ടുള്ള എല്ലാ ലൈറ്റിംഗ് സംവിധാനവും തിയേറ്റേഴ്സിന്റെ എല്ലാ ഇന്റർകണക്ടഡ് റൂംസിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അതില്ലാത്ത പക്ഷം അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാം. Then lack of standard OT protocol. OT പ്രോട്ടോകോളിൽ അല്ലെങ്കിൽ OT പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ വരുത്തുന്നത് അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് അതിനെ പറയാം അല്ലെ. അതിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? നിശ്ചിത ആൾക്കാർക്ക് മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള പാടുള്ളൂ അല്ലെ. ആ ഒരു പ്രോട്ടോകോൾ തെറ്റുന്ന തരത്തിൽ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. യെസ്. Then no separate sterile separate department, no separate room for CSST. CSSTക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂംസ് ഉണ്ടായിരിക്കുന്നതല്ല, ഉണ്ടാകേണ്ടതാണ് അല്ലെ. അതിന്റെ ഡെഫിഷ്യൻസിയാണ്. Then waiting area recovery, not well equipped. അതായത് റിലേറ്റീവ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഏരിയാസ് വെൽ എക്യുപ്പൈഡ് അല്ല, നോട്ട് എക്യുപ്പൈഡ് ആണ് അല്ലെ. അതായത് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, ചെയർസ്, റിഫ്രഷ് ചെയ്യുന്നതിനുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ, വാഷ് ചെയ്യുന്നതിനുള്ള മറ്റ് പൈപ്സോ ടാപ്സോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ദീസ് ആർ ദ യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ OTs, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾ ആ 8 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. യെസ്, ക്ലിയർ ആണോ നിങ്ങൾക്ക്? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി OTs. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ ചില കുറവുകളെ പറ്റിയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? OT അറ്റൻഡൻസ് അറ്റൻഡേഴ്സ് എന്നാണ് കേട്ടോ. അറ്റൻഡേഴ്സ് എന്നാണ്. സ്പെല്ലിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അറ്റൻഡേഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അറ്റൻഡൻസ് അല്ല, അറ്റൻഡേഴ്സ് എന്നാണ്. അറ്റൻഡർമാരില്ലേ, പ്രത്യേകമായിട്ട് അവർക്ക് ഒരു സ്പേസ് ഇല്ല എന്നുള്ളത്. യെസ്. ടെക്സ്റ്റ് ഇനിയും ബുക്ക് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലാണ് നമുക്ക് പഠിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. യെസ്, ഓർഡർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ശരി. മനസ്സിലായോ യൂഷ്വൽ ഏരിയാസിലെ ഡെഫിഷ്യൻസികൾ എന്തൊക്കെയാണെന്ന്? യെസ്. ഓക്കെ, ഞാനൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കട്ടെ.
യെസ്. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ക്രിയേറ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ക്രിയേറ്റർ ഒന്ന് വെറുതെ വായിച്ചിട്ട് വരാം. എടുക്കുന്ന ഭാഗങ്ങൾ തന്നെ പഠിച്ചു പോണില്ലേ? എടുക്കുന്ന ഭാഗങ്ങള് പഠിച്ചു പോണോട്ടോ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. തരുന്ന മോക്ക് ടെസ്റ്റുകൾ അതേപോലെ തന്നെ പഠിക്കാം. മോക്ക് ടെസ്റ്റുകൾ എഴുതിയെടുത്ത് സൂക്ഷിക്കുന്നവര് നല്ലതായിരിക്കും. ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് എല്ലാ ദിവസവും പേര് എഴുതിയിട്ട് ചാപ്റ്റർ എഴുതിയിട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള് മോക്ക് ടെസ്റ്റുകള്, ക്വസ്റ്റ്യൻസ്? യെസ്. മൊഡ്യൂൾ എക്സാമിനും മോഡൽ എക്സാമിനും വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോ ക്വസ്റ്റ്യൻസുകൾ എഴുതി വെക്കാൻ പഠിക്കാം. യെസ്. വാട്ട് ഈസ് ഓട്ടോ പ്രൊസസർ? 1ഉം 2ഉം മൊഡ്യൂൾ കഴിയുമ്പോഴാണ് എക്സാം വരുന്നത് കേട്ടോ. 1ഉം 2ഉം മൊഡ്യൂൾ കഴിയുമ്പോഴായിരിക്കും എക്സാം വരുന്നത്. ഓക്കെ. യെസ്. വാട്ട് ഈസ് ഓട്ടോ പ്രൊസസർ? ഞാൻ ചോദിക്കുന്ന ആളൊന്ന് പറഞ്ഞേ. ജോസ്മി ജോസ്. ജോസ്മി, what is auto processor? Shruti. X-ray machine. Yes, X-ray machine is. Then expansion of TSSU. Expansion of TSSU. Nina. Nina. Nisha. Nisha Grandson. Theater sterile supply unit. Okay. Then instant instrument sterilization ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? അൻസിയ. അൻസിയ. അനീഷ്മ ബാബു. ഏത് സോണിലാണോ? എന്താണ്? Sterile aseptic zone. Yes, okay, very good. Then what is dirty washroom? This dirty washroom. Irfana. Irfana. Anjali Rajan. Anjali. സർജറി കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൂം. Yes, okay, very good. Then എന്തൊക്കെ ഡെഫിഷ്യൻസികളാണ് ഒട്ടിയിലുള്ളത്? എന്തൊക്കെ ഡെഫിഷ്യൻസികളാണ്? ആര്യ വിജയൻ. ആര്യ. വിനി അലക്സ്. വിനി. റിസപ്ഷൻ റൂം ഉണ്ടാവില്ല. പിന്നെ ഡോക്ടേഴ്സിനും അനസ്തേഷ്യസിനും ഓട്ടിറ്റിന്റേഴ്സിനും സെപ്പറേറ്റ് റൂംസ് ഉണ്ടാവില്ല. പിന്നെ ചേഞ്ച് റൂം ഉണ്ടാവില്ല. ഒരു ചേഞ്ച് റൂം ഉണ്ടാവുള്ളൂ. പിന്നെ ഡോസ് അപ്രോപ്രിയേറ്റ് ഡോസ് ആൻഡ് ടൈപ്സ് ഓഫ് സൈസ് ആയിരിക്കും. ഓക്കെ വിനി. ഓക്കെ, താങ്ക് യു.
വെരി ഗുഡ്. ദെൻ ദിവ്യ മധു ബാക്കി പറഞ്ഞേ, എന്തൊക്കെ ഡെഫിഷ്യൻസികളാണ് ഓട്ടിയിലുള്ളത്? ദിവ്യ മധു, ദിവ്യ. യെസ്. ഹസീന ഷമീർ. യെസ് മാം. പറയൂ. വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു. റിക്കവറി ഓപ്പറേഷൻ പറഞ്ഞോ. നോട്ട് വെൽ എക്യുപ്പൈഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ എയർ എക്സ്ചേഞ്ച് സിസ്റ്റം, ലൂമിനർ ഫോക്സ്, സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോള്, പിന്നെ നോ സെപ്പറേറ്റ് CSSD. ഓക്കെ, പേര് വിളിക്കുമ്പോ ഒന്ന് ആൻസർ ചെയ്യണോട്ടോ, ബാക്കിയുള്ളവരോടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.